ഇടവിള കൃഷി പദ്ധതിയിലൂടെ മാതൃകയാകുകയാണ് പത്തിയൂർ ഗ്രാമപഞ്ചായത്ത്. ഇതുമായി ബന്ധപ്പെട്ട് ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കിയ ഗ്രാമവിള പദ്ധതി സമ്പൂർണ്ണ വിജയത്തിലെത്തിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിന്റെയും കൃഷി വകുപ്പിന്റെയും സഹായത്തോടെ പത്തിയൂർ ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും ചേർന്നാണ് കാർഷിക സ്വയം പര്യാപ്ത പഞ്ചായത്തായി പത്തിയൂരിനെ മാറ്റിയെടുക്കുന്നത്. പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് ഇടവിള കൃഷിയിൽ സ്വയം പര്യാപ്തതയിലേക്ക് നീങ്ങുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഗ്രാമപഞ്ചായത്തിൽ നടപ്പാക്കിയ ഗ്രാമവിള പദ്ധതി സമ്പൂർണ്ണ വിജയത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. സംസ്ഥാന സർക്കാരിന്റെയും കൃഷി വകുപ്പിന്റെയും സഹായത്തോടെ പത്തിയൂർ ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും ചേർന്നാണ് കാർഷിക സ്വയം പര്യാപ്ത പഞ്ചായത്തായി പത്തിയൂരിനെ മാറ്റിയെടുക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തുന്നത്. നാടിന്റെ ആരോഗ്യവിളയായി ഗ്രാമവിള പദ്ധതിയെ മാറ്റണമെന്ന് പത്തിയൂർ ഗ്രാമപഞ്ചായത്തിലെ ഗ്രാമവിള പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൃഷി ചെയ്ത് വിളവെടുത്ത ഇടവിള നടീൽ വസ്തുക്കളുടെ സംഭരണം, ഇടവിള കിറ്റുകളുടെ വിതരണം എന്നിവയുടെ ഉദ്ഘാടനം നിർവഹിക്കാനെത്തിയ കൃഷിമന്ത്രി പി പ്രസാദ് പറഞ്ഞു. പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് ഒരു നല്ല പരിപാടിക്കാണ് തുടക്കം കുറിച്ചത്. ഗ്രാമവിള എന്ന പേരിൽ തൊഴിലുറപ്പിലെ സഹോദരിമാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് പത്തിയൂർ ഗ്രാമപഞ്ചായത്തിൽ കിഴങ്ങ് വർഗ്ഗങ്ങൾ കൂടുതലായി കൃഷി ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു. അവർക്ക് നേരത്തെ അതിനാവശ്യമായ വിത്ത് അത് നൽകി, അല്ലെങ്കിൽ ഇത് ഓരോ ഇടങ്ങളിലും അത് കൃഷി ചെയ്തിട്ട് അത് തിരിച്ചു തരണം എന്ന് പറഞ്ഞു. ബാക്കിയുണ്ടാകുന്ന വിളവ് അവർക്ക് വിൽപ്പനയായി അവർ പണം കൊടുത്ത് വാങ്ങുമെന്നുമായിരുന്നു പഞ്ചായത്ത് തീരുമാനിച്ചിരുന്നത്. ഇപ്പോൾ ഉൽപ്പാദിപ്പിച്ചത് മുഴുവൻ ഗ്രാമപഞ്ചായത്ത് വില കൊടുത്ത് വാങ്ങുന്ന തരത്തിലേക്ക് എത്തി. അത് ആയിരക്കണക്കായ ആളുകൾക്ക് വീണ്ടും അത് കൊടുത്ത് വീണ്ടും ഇതെല്ലാം ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള ശ്രമത്തിലേക്കാണ് ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത്. നമുക്ക് ആവശ്യമായ ഭക്ഷണം നമ്മുടെ നാട്ടിൽ തന്നെ പരമാവധി ഉണ്ടാക്കുക എന്നതാണ് ഈ പറഞ്ഞ ഗ്രാമവിളയിലൂടെ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. അതൊരു വലിയ ആശയമാണ്. ഒരു ആശയം യാഥാർത്ഥ്യമായി തീർന്നിരിക്കുന്നുള്ളൊരു സന്തോഷകരമായ കാര്യമാണ്. നമുക്ക് ആവശ്യമായ ഭക്ഷണ സാധനങ്ങളിൽ മഹാഭൂരിപക്ഷവും നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയും എന്നിരിക്കെ അങ്ങനെ ഉൽപ്പാദിപ്പിക്കാതിരിക്കുന്നു എന്നതായിരുന്നു നമ്മുടെ ഒരു ശീലം. അതിൻ്റെ ഭാഗമായിട്ട് രോഗങ്ങൾ കൂടുതലായി നമ്മളെ കീഴടക്കുന്ന തരത്തിലേക്ക് എത്തി. മാരകമായ രോഗങ്ങളുടെ പിടിയിലേക്കും മലയാളി എത്തുമ്പോഴും അതിന് കാരണമായി തീരുന്ന ഭക്ഷണങ്ങളിൽ ശ്രദ്ധിക്കാൻ നമ്മൾ ഒരുമ്പെടുന്നതേ ഉണ്ടായിരുന്നില്ല. അവിടെയാണ് പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് മാതൃകാപരമായ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. നമുക്ക് ഏറ്റവും കൂടുതൽ ആരോഗ്യത്തിന് ഗുണകരമായിട്ടുള്ള ചേനയും ചേമ്പും കാച്ചിലും മഞ്ഞളും ഇഞ്ചിയും ഇതെല്ലാം ഇവിടെ സുലഭമായി കൃഷി ചെയ്യാം എന്നിരിക്കെ അതിൻ്റെ കൃഷിയിൽ ഒരു താല്പര്യം കാട്ടി പഞ്ചായത്ത് രംഗത്തേക്ക് ഇറങ്ങിയപ്പോൾ ആയിരക്കണക്കിന് ടൺ ഇതെല്ലാം ഉൽപ്പാദിപ്പിക്കുന്ന തരത്തിലേക്ക് എത്തുകയാണ്. ഇപ്പോൾ ഒരു വലിയ പദ്ധതിയായിട്ട് മാറുന്നു. 5000-ലധികം ആളുകളിലേക്ക് എത്തുമ്പോൾ വലിയ തരത്തിലേക്ക് ഈ ടൺ കണക്കിന് ഇതെല്ലാം ഉൽപ്പാദിപ്പിക്കാൻ കഴിയും എന്ന പ്രത്യേകതയുണ്ട്. അത് ഇവിടെ തന്നെ ഉപയോഗിക്കാനും കൂടുതലായി വരുന്നത് മറ്റിടങ്ങളിലേക്ക് എത്തിക്കാനും കഴിയും. അതിനൊരു പദ്ധതി അവർ തയ്യാറാക്കും. തീർച്ചയായിട്ടും ഇത് പഞ്ചായത്തിൻ്റെയോ അല്ലെങ്കിൽ സർക്കാരിൻ്റെയോ ഏതെങ്കിലും ഒരു വാർഡിലെ മെമ്പറുടെയോ തൊഴിലുറപ്പിൻ്റെ പദ്ധതിയുടെയോ നേട്ടമല്ല, പത്തിയൂരെ ഓരോ വീടിന്റെയും നേട്ടമായിട്ട് മാറാൻ പോവുകയാണ്. 2023, 2024, 2025 പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പാക്കിയ ഗ്രാമവിള പദ്ധതിയിലെ ഇടവിള കൃഷിയിൽ 100 മേനി വിളവാണ് ലഭിച്ചത്. 19 വാർഡുകളിലായി കുടുംബശ്രീ തൊഴിലുറപ്പ് ഗ്രൂപ്പുകളുടെ നേതൃത്വത്തിലാണ് ഇടവിള കൃഷി ഇറക്കിയതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൽ ഉഷ പറഞ്ഞു. 2023-24 പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഗ്രാമവിള എന്ന ഒരു പദ്ധതി രൂപീകരിച്ചത്. മുഴുവൻ വീടുകളിലും ഇടവിള കൃഷി ചെയ്യുന്നതിൻ്റെ അത് പരിസമാപ്തിയിൽ എത്തിക്കുന്നതിൻ്റെ ഒരു പ്രയത്നം കൂടിയാണ്. അതിൻ്റെ ഒരു മുന്നോടിയായിട്ടാണ് ഇപ്പോൾ തുടങ്ങിയത്. അതിൻ്റെ പിന്നാലെ അടുത്ത വർഷത്തെ പദ്ധതിയിലൂടെ ഇത് പൂർണ്ണതയിൽ എത്തിക്കുന്നതാണ്. ഇപ്പോൾ 5700ഓളം കിറ്റുകളാണ് എല്ലാ വീടുകളിലും കൊടുക്കാൻ വെച്ചത്. അതായത് കഴിഞ്ഞ വർഷത്തെ പദ്ധതി പ്രകാരം വിത്തുകൾ തൊഴിലുറപ്പ് തൊഴിലാളികളെ കൊണ്ട് ചെയ്യിപ്പിച്ച് അവരിൽ നിന്നും നമ്മുടെ പഞ്ചായത്തിലെ പദ്ധതി ഈ വർഷത്തെ പദ്ധതി പ്രകാരമുള്ള പൈസ വെച്ച് അവരോട് വിലയ്ക്ക് വാങ്ങി എല്ലാ വീടുകളിലും കൊടുക്കാനുള്ള ലക്ഷ്യത്തോടു കൂടിയും എല്ലാ പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് മുഴുവനും ഇടവിളയുടെ ഒരു സ്വയം പര്യാപ്തത ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ പദ്ധതി തുടങ്ങിയത്. തൊഴിലുറപ്പ് പദ്ധതിയിൽ കൃഷിഭൂമി തയ്യാറാക്കുകയും ഗ്രാമപഞ്ചായത്ത് വിത്തും വളവും അടക്കം നൽകുകയും ചെയ്തു. ചേന, ചേമ്പ്, കാച്ചിൽ, മഞ്ഞൾ, ഇഞ്ചി എന്നീ ഇടവിളകൾ ഓരോ ഗ്രൂപ്പുകൾ പ്രത്യേകമായാണ് കൃഷി ചെയ്തത്. 10 ഹെക്ടറിൽ 118 കൃഷിക്കൂട്ടങ്ങളിലൂടെ 24,700 തൊഴിൽ ദിനങ്ങൾ ലഭിച്ചു എന്നതാണ് ഏറെ ശ്രദ്ധേയം. കുടുംബശ്രീയുടെയും തൊഴിലുറപ്പ് തൊഴിലാളികളുടെയും അർപ്പണബോധത്തോടെയുള്ള പരിചരണവും ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും ഇടപെടലും ഗ്രാമവിള പദ്ധതിയെ പൂർണ്ണതയിൽ എത്തിച്ചു. ആദ്യഘട്ടം എന്നുള്ള രീതിയിൽ നമ്മൾ ഏകദേശം 30 ലക്ഷം രൂപയുടെ പദ്ധതിയായിരുന്നു വെച്ചിരുന്നത്. അതിൽ ചേന, ചേമ്പ്, കാച്ചിൽ, മഞ്ഞൾ, ഇഞ്ചി ഈ 5 വിളകൾ നമ്മുടെ 19 വാർഡുകളെ വിഭജിച്ച് ഈ 5 വിളകളും നമ്മൾ കൃഷി ഇറക്കി. ശരിക്കും 2023-24 കാലഘട്ടം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് പ്രതികൂലമായ കാലാവസ്ഥ ആയിരുന്നു. എന്നാൽ അതിനെല്ലാം അതിജീവിച്ചാണ് നമ്മുടെ കർഷകർ
നല്ല രീതിയിൽ അവരാൽ കഴിയുന്ന രീതിയിൽ പ്രയത്നിച്ച് വിളവെടുത്തിരിക്കുന്നത്. വിളവെടുത്ത മുഴുവൻ നടീൽ വസ്തുക്കളും ഗ്രാമപഞ്ചായത്ത് പണം നൽകി സംഭരിക്കുകയാണെന്ന് വൈസ് പ്രസിഡന്റ് മനു ചെല്ലപ്പൻ വ്യക്തമാക്കി. ഈ പദ്ധതി കൊണ്ടുള്ള നേട്ടം കഴിഞ്ഞ കാലങ്ങളിൽ ഇടവിള കിറ്റുകൾ പഞ്ചായത്തുകൾ വിതരണം ചെയ്യുമ്പോൾ മറ്റു ജില്ലകളിൽ നിന്ന് കർഷകരിൽ നിന്നാണ് ഇത് സംഭരിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഈ സാമ്പത്തിക വർഷം ഈ പഞ്ചായത്തിൽ ഇടവിള 5700 കുടുംബങ്ങൾക്ക് വിതരണം ചെയ്യുവാനായി ഞങ്ങളുടെ പഞ്ചായത്തിൽ ഉൽപ്പാദിപ്പിച്ച 50% ഇടവിള വിത്ത് കൊണ്ട് നമുക്ക് സാധിക്കുന്നു. ഈ പദ്ധതിയിലൂടെ ഞങ്ങൾക്ക് ഒരു നേട്ടം, ഈ പണം കാലാകാലങ്ങളിൽ മറ്റു പഞ്ചായത്തുകളിലേക്കാണ് പോയിരുന്നെങ്കിൽ ഞങ്ങളുടെ പഞ്ചായത്തിലെ ഞങ്ങളുടെ NRIG കുടുംബങ്ങൾ തൊഴിലാളികൾക്കും കുടുംബശ്രീ അംഗങ്ങളും 118 ഗ്രൂപ്പുകൾക്ക് ഈ പണം ലഭിക്കുന്ന ഈ പദ്ധതിയും കൂടെ വലിയൊരു പദ്ധതിയാണ് പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുത്തിരിക്കുന്നത്. 2023-2024 വർഷത്തിൽ 30 ലക്ഷം രൂപയും 2024-2025 വർഷം 28 ലക്ഷം രൂപയുമാണ് പദ്ധതിക്കായി ചിലവഴിച്ചത്. സംഭരിച്ച ഇടവിളകൾ ആദ്യഘട്ടത്തിൽ ഗ്രാമപഞ്ചായത്തിലെ 5700 കുടുംബങ്ങൾക്ക് ഇടവിള കിറ്റായി നൽകും. എല്ലാ കുടുംബങ്ങൾക്കും ഇടവിള കിറ്റ് നൽകി പഞ്ചായത്തിലെ മുഴുവൻ കുടുംബങ്ങളെയും കൃഷിയിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് അടുക്കുകയാണ് പത്തിയൂർ ഗ്രാമപഞ്ചായത്ത്. CDNet ന്യൂസ്, കായംകുളം.